കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുക അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസ്. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ആദ്യം വൈറലായി പിന്നെ എയറിലായി. അതാണ് ജസ്ന സലീം. കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ട് ഊരി വെക്കും, എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ളച്ചേച്ചിനിക്കും പുള്ളച്ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റണ്ടായി. കണ്ടോ, ഈ സ്ത്രീ ഇത് കലാപാഹ്വാനം നടത്തണമല്ലേ? ദേശവിരുദ്ധത. ശരിക്കും പറഞ്ഞാൽ ഇവര് ഭക്തിയെ വിറ്റ് ജീവിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഈ ജസ്ന ഏകദൈവ വിശ്വാസികളായ ഇസ്ലാം മതക്കാരെ ഏത് മതത്തെയും അംഗീകരിക്കാൻ തയ്യാറുള്ള ഹിന്ദു മതവിശ്വാസികളെയും ഇവരെ അവഹേളിക്കുകയും അപമാനിക്കുകയല്ലേ ചെയ്തിരിക്കുന്ന. മനഃപൂർവ്വമാണോ? വിവാദമാകുമ്പോൾ റീച്ച് കൂടുമെന്ന് ഓർത്താണോ? ഒരു കോലാഹലത്തിൻ്റെ ആവശ്യമില്ല. ഇവർ വരച്ച പടങ്ങൾ വളരെ നല്ലതാണ്, തീർച്ചയായും വിറ്റുപോയിരിക്കും. പിന്നെ എന്തിനാണ് ഈ ജസ്നയുടെ വീഡിയോയിലൂടെ ജസ്നയുടെ മതവിഭാഗക്കാരെല്ലാം ആക്ഷേപിച്ചും അവഹേളിച്ചും ഒക്കെ വീഡിയോസ് ഇടുന്നത്? കുറുങ്ങാട് സെൻട്രൽ ജമാഅത്തിന്റെ സെക്രട്ടറി. എന്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളുടെ ജമാഅത്തില് ഒരംഗം ഉണ്ടല്ലോ, സലീം എന്ന് പറഞ്ഞിട്ട് ഒരാള്. അപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട്. അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട്. രണ്ടു വഞ്ചിയിൽ കാല് വെച്ചാലത്തെ അവസ്ഥയോ? ഇരുമനസ്സുള്ളതിനെ ദൈവം വെറുക്കുന്നു എന്നാ. ഏതെങ്കിലും ഒരു ദൈവത്തെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അപ്പോ ഒരു മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അത് അവര് രജിസ്റ്റർ ചെയ്തത് ഞാളെ മഹലിലല്ല, അവർ രജിസ്റ്റർ ചെയ്ത് കുറുവങ്ങാട് മഹലില്ല. നമ്മളെ മഹലിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മഹലായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദർസ് പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ഇത് ബന്ധമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവരങ്ങാട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അവരൊക്കെ അതിന്റെ സെക്രട്ടറി ഒക്കെ അതിന്റെ ഏരിയ തന്നെ താമസിക്കുന്നു. അത് ശരി. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാഅത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല? ഇല്ല, അവരതിനാണ് കാത്തിക്കുന്നത്. എങ്ങനെ? അവളതിനാണ് കാത്തിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത്. അത് ശരി. അപ്പൊ എന്നാ പിന്നെ മഹലിനെ അവരെ ഒഴിവാക്കാമല്ലോ. അത് എന്ത് കേസാണത്? ഇതേ വിഷയം തന്നെയാണോ? അത് നമ്മളെ ആൾക്കാരായിട്ടല്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ചോദിക്കാൻ പോയപ്പോ അവര് പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്താന്ന് കേട്ടെ. ഇവരിങ്ങനെ നിരന്തരം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ വരെ ഇവരിങ്ങനെ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോക്സോ കേസൊക്കെ കൊടുത്തതായിട്ട് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലാവുന്നത്. മാതാപിതാ ഗുരു ദൈവം, ഗുരുസ്ഥാനത്തുള്ള എത്രയോ നല്ല ഉസ്താദുക്കളും അവരെയൊക്കെ ഈ സ്ത്രീ അവഹേളിക്കുകയല്ലേ? ഏകദൈവമാർഗം പഠിപ്പിക്കുന്ന ഉസ്താദുമാരില്ലേ അവര്? അവസ്ഥ എന്താ, നിങ്ങള് ആരെ വേണേലും വരച്ചു, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല.
ഇവളൊരു ഇസ്ലാമിൽ നിരക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് മദർസിൽ വന്നത്. ശരി. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ഈദ് വിട്ട് ഇവിടെ വരാൻ പറ്റില്ല, പുറത്തിറങ്ങണം. സലീമിനെതിരെ എന്തോ വാറണ്ട് എന്തോ ഉണ്ടെന്നുള്ള ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ്ലാം മതത്തിന്റെ ചിട്ടവട്ടങ്ങളിലൂടെ അവരുടെ കർശനമായ നിർദ്ദേശങ്ങളിലൂടെ ജീവിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുള്ള സ്ത്രീയാണെന്ന് തോന്നുന്നു. അതോ ഇങ്ങനെയൊക്കെ കാണിച്ച് ഹൈന്ദവ വിശ്വാസികളെ കയ്യിലെടുക്കാനോ? എന്താണേലും ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം ജസ്നയ്ക്ക് പ്രതിഫലം തന്നിരിക്കും. പക്ഷെ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസ് മാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസം അല്ലെങ്കിൽ വെയിറ്റ്. അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ പേര് മാറ്റി തട്ടോ മാറ്റി നടക്കാത്ത എന്താ അവരുടെ കപടഭക്തി അവര് തന്നെ വിടുവാക്കുക. ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂര് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും. അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നോട് എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരും. കോടതി ഉത്തരവ് ലംഘിച്ച് എന്തിനാണെന്ന് ഇങ്ങനെ റീൽസ് ഇടാൻ വേണ്ടി വേണ്ടാത്ത സ്ഥലത്തൊക്കെ പോയി ഫോട്ടോസ് എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കണം? ഇത്തരത്തിലും തരം താവാന് ഇനി വരാൻ നിൽക്കണ്ട കേട്ടോ. തെറിബീവിയുടെ മഹത്വം പറഞ്ഞിട്ട്, തെറിബീവിയുടെ മക്കളുടെ മഹത്വം പറഞ്ഞിട്ട് വരണ്ട. ഇപ്പോ ഒറ്റക്ക് മൂഞ്ചി കുത്തിരിക്കല്ലേ, അതങ്ങനെ ആയതാ, നിനക്ക് തന്നതാ ദൈവം, നിന്റെ കയ്യിലിരിപ്പുണ്ട്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, എല്ലാവിധ കഷ്ടപ്പാടും ഉണ്ടാവട്ടേന്ന് ഞാൻ എന്താ പറയാ പ്രാഗിക്ക്. ഓക്കെ, ജസ്ന ഇങ്ങനെ മറ്റുള്ളവർ പ്രാഗിയിട്ടാണ് രണ്ട് മതവിഭാഗക്കാരുടെയും മറ്റുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രാക്ക് ജസ്നയ്ക്ക് തന്നെ തിരിച്ചു കിട്ടിയത്. ഒരിക്കലും ഒരാളെ ശപിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല, അനുഗ്രഹിക്കാനേ അവകാശമുള്ളൂ. നിനക്ക് വലിയ പണി വരുന്നുണ്ട്, വെയിറ്റ് ആൻഡ് സീ. ആർക്കെന്നല്ലേ? എനിക്ക് ഭീഷണി പൊന്നാര ഗൈസ്, എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്നെ നിരന്തരം ഇങ്ങനെ ഓരോരുത്തരായ ജീനത്ത എനിക്ക് വലിയ പണി തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പടച്ചോനെ, ജില്ലാ കളക്ടർ ഒന്നായിട്ട് ആവല്ലേ. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ ക്ലാസ് പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇവരെ നോക്കലും ജില്ലാ കളക്ടറെ ജോലിയും രണ്ടും കൂടി എനിക്കാവൂല. വലിയ പണി എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടർ ആയിരിക്കും, ഇനി മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടായിരിക്കുമോ? അത് ഇലക്ഷനൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇലക്ഷൻ ഇല്ലാണ്ട് ആരെയും മുഖ്യമന്ത്രി ഒന്നാക്കൂലാലോ. അപ്പം എന്നാ കളക്ടർ തന്നെ ആയിരിക്കും. റെജി ഐഷു എന്ന് പറയുന്ന സ്ത്രീകൾക്കെതിരായിട്ട് റിയാക്ഷന് അവര് മറുപടി കൊടുത്താണത്. ഗുരുവായൂർ വരുന്നത് വിഷുവിന്റെ അന്ന് ഉണ്ടാവും, ഏപ്രിൽ 14 തീയതി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടോ ആവോ? അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ. ജസ്റ്റിനെ വെല്ലു വിളിച്ചിട്ടുണ്ട്. വിഷുവിന്റെ അന്ന് ഗുരുവായൂർ നടയിൽ ഉണ്ടാവും. ഇവരുടെ ചാനലിൽ ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓവർ ആക്ടിങ് ആയിട്ടാണ്. മാത്രമല്ല, അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കണം. നെഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നാ. കണ്ടില്ലേ? ഈ വീഡിയോയിലൂടെ മനസ്സിലായല്ലോ അത്.